നല്ല കുറുകിയ ഗ്രേവിയോട് കൂടിയ ഒരു കടലക്കറിയുടെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച കടല ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പകുതി സവോള അരിഞ്ഞതും 2 പച്ചമുളകും കുറച്ച് ഇഞ്ചി അരിഞ്ഞതും കൂടി ചേർത്ത് ഒരു 6-7 വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഗ്രേവിക്കായിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 2 സ്പൂൺ തേങ്ങ ചിരകിയത്, 1 സ്പൂൺ വേവിച്ച കടല, 1/2 സ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇനി ഒരു ചീനച്ചട്ടി ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഒരു പിടി തേങ്ങാക്കൊത്തും കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് മൂത്ത് വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പകുതി സവോളയും പച്ചമുളകും 2 വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് പൊടി കരിയാതെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിലേക്ക് വേവിച്ച് വെച്ച കടലയും കടല വേവിച്ച വെള്ളവും കൂടി ചേർത്ത് ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇളക്കി 1/2 സ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ കടലക്കറി റെഡിയാണേ. അപ്പം ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണം. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്